ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് പോലുള്ള കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഈ ആഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് ഹിന്ദുസ്ഥാൻ സിങ്ക് 515 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 17-ാം തീയതിയാണ്. ഡിവിഡൻഡ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 16-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസത്തിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തേത് ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് 1039 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. കമ്പനി 3 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 17-ാം തീയതി. മൂന്നാമത്തേത് ഈ മുദ്ര ലിമിറ്റഡ് 744 രൂപ സ്റ്റോക്കിൻ്റെ വില. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഉയർന്നു. 1 രൂപ 25 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സ് ഡേറ്റ് ജൂൺ 18-ാം തീയതി. ജൂൺ 16, 17 തുടങ്ങിയ തീയതികളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ സമയമുണ്ട്. മറ്റൊരു സ്റ്റോക്ക് സർല പെർഫോമൻസ് ഫൈബേഴ്സ് 114 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 3 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 18-ാം തീയതി. പാനസോണിക് കാർബൺ ഇന്ത്യ കോ ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 562 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സ് ഡേറ്റ് ജൂൺ 19-ാം തീയതി. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ 3 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 385 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2% ഇടിഞ്ഞാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 19-ാം തീയതി. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് 1702 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 25 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 19-ാം തീയതിയാണ്. തേജസ് നെറ്റ്വർക്ക് 705 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 19-ാം തീയതി. ബജാജ് ഓട്ടോ ലിമിറ്റഡ് 8452 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിഞ്ഞിരുന്നു. 210 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 20-ാം തീയതി. ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ 2 PSU ബാങ്കുകളുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഈ ആഴ്ചയാണ് വരുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ 121 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4 രൂപ 5 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 20-ാം തീയതിയാണ് എക്സ് ഡേറ്റ്. HDFC ലൈഫ് 752 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2 രൂപ 10 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 20-ാം തീയതി. പഞ്ചാബ് നാഷണൽ ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞ് 106 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 21-ാം തീയതി. ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞ് 398 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2 രൂപ 25 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 20-ാം തീയതി. അജ്കോൺ ഗ്ലോബൽ സർവീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആകുന്നു. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഷെയറുകളായി സ്പ്ലിറ്റ് ആകുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 20-ാം തീയതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്